പ്രധാനമന്ത്രി കൈയച്ചുകൊണ്ട് സഹായിക്കണം. അവിടെ നമ്മുടെ വയനാടിൻ്റെ പുനർനിർമ്മാണം സാധ്യമാവണമെങ്കിൽ അത്തരം ഇടപെടലുകൾ വേണം. ഒരുപക്ഷെ കേരളം ലക്ഷ്യമിടുന്ന പുനർനിർമ്മാണ പദ്ധതികളിൽ ഒരുപക്ഷെ വയനാട്ടിൽ ഒരു പുതിയ ടൗൺഷിപ്പ് സാധ്യമാകണമെങ്കിൽ പോലും ചില കേന്ദ്ര അനുമതികൾ പോലും നിർണായകമാണ് ഇക്കാര്യത്തിൽ. അതിനൊക്കെ ഈ തരത്തിലുള്ള ഇടപെടലുകൾ വേണം. അതുകൊണ്ട് നിയമക്കുരുക്കുകൾ ഒഴിവാക്കി, സാങ്കേതിക നൂലാമാലകൾ ഒഴിവാക്കിക്കൊണ്ട് വേഗത്തിൽ നമുക്ക് വയനാടുകാരുടെ കണ്ണീരൊപ്പം അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനം പോലെ മുൻകാലങ്ങളിൽ ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു മാതൃകയായിരിക്കും വയനാടിൻ്റെ പുനർനിർമ്മാണത്തിൽ കേരളം സാധ്യമാക്കുക എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് സാധ്യമാവണമെങ്കിൽ നമുക്ക് പണം തടസ്സമാവരുത്. അതിന് സഹായങ്ങൾ ആവശ്യമാണ്. നിരവധി സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തണം. കേന്ദ്ര അനുമതി വേണ്ട സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം. വയനാടുകാരുടെ കണ്ണീരൊപ്പുക എന്നതൊരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ അത് സാധ്യമാക്കണം. അതിന് സമയക്ലിപ്തത വേണം. വളരെ വേഗത്തിൽ നമുക്ക് കണ്ണീരൊപ്പാൻ കഴിയണം. എന്നാൽ മാത്രമേ നമ്മുടെ പുനർനിർമ്മാണം സാധ്യമാകൂ, നമ്മുടെ സഹോദരങ്ങൾക്ക് നമുക്ക് കൈത്താങ് ഒരുക്കാനാകൂ എന്നതാണ് ഇതുവരെയുള്ള കാര്യം. എന്തായാലും ഒരു അപകടമുഖത്ത് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഒന്നിക്കുക എന്ന മലയാളികളുടെ പൊതുബോധം നമ്മൾ ഉണർന്നു കണ്ടതാണ് വയനാട് ദുരന്തത്തിലും. ഇവിടെയും കേന്ദ്ര സർക്കാരും ആ തരത്തിലുള്ള വിവാദങ്ങൾക്കുമെല്ലാം അപ്പുറം കേരളത്തിൻ്റെ ദുരന്തത്തിനൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ ഒരു സഹായമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വയനാടിൻ്റെ ആകാശത്തേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററുകൾ കടന്നു വരും. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ തരത്തിലുള്ള ഇടപെടലാണ്. രാവിലെ മുതൽ മന്ത്രിമാരുടെ നിലപാടുകൾ നമ്മൾ കേട്ടതാണ്. റവന്യൂ മന്ത്രി വിശദീകരിച്ചതുപോലെ നമുക്ക് കേന്ദ്ര സർക്കാർ കൈയച്ചൊരു സഹായം ആവശ്യമാണ്. കേരളത്തിൻ്റെ പ്രത്യേക പാക്കേജ് തന്നെ പ്രഖ്യാപിക്കപ്പെടണം. അതിലാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ നമ്മൾ വെക്കുന്നത്. ഒപ്പം തന്നെ അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായമുണ്ടെങ്കിൽ അത്തരം സാധ്യതകളും കേരളം തേടുന്നുണ്ട് എന്ന പ്രഖ്യാപനം കൂടി അക്കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി ന്യൂസ് 18 രാവിലെ റവന്യൂ മന്ത്രി കെ രാജൻ. അത്തരം സാധ്യതകൾ നമ്മൾ തേടുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി എത്തുകയാണ് ദുരന്തമുഖത്തേക്ക്. വയനാട്ടിൻ്റെ ആകാശത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററുകൾ അല്പസമയത്തിനുള്ളിൽ കടന്നുവരും. അവിടെ നിന്ന് അദ്ദേഹം വ്യോമമാർഗം എങ്ങനെയാണ് മടിക്കൈ എന്ന ഗ്രാമം ഇല്ലാതായത്, എങ്ങനെയാണ് ചൂരൽമല എന്ന ഗ്രാമം ഇല്ലാതായത്, എങ്ങനെയാണ് ഈ ഉരുൾ പൊട്ടിയത്, മുണ്ടക്കൈ എന്ന ഗ്രാമവും ഇല്ലാതായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വീക്ഷിക്കും. അങ്ങനെ ഈ ദുരന്തമുഖത്തിലൂടെ അദ്ദേഹം നടത്തുന്ന സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് മുഖ്യമന്ത്രിയും ഗവർണറും അടക്കം പ്രധാനമന്ത്രിക്കൊപ്പം ഈ സന്ദർശന പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ്. എന്തായാലും ഇന്നത്തെ ദിവസം പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം ആയിരിക്കില്ല നടക്കുക, മറിച്ച് അദ്ദേഹം ആ ദുരന്ത മേഖലകളുടെ പൊതുചിത്രം അദ്ദേഹം മനസ്സിലാക്കിയായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പിന്നീടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തുടർ നടപടികളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും വേഗത്തിലുണ്ടാവുന്നതോടുകൂടി വയനാടിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി സാധ്യമാകുന്ന പ്രധാനപ്പെട്ട നീക്കങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ട്. ഇതിനിടയിൽ കേരളത്തിൻ്റെ 13% സ്ഥലങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യതയിലാണെന്ന ചില പദ്ധതിയും പഠനങ്ങളും ഒക്കെ പുറത്തു വരുന്നതുമുണ്ട്. അവിടെ അങ്ങനെയെങ്കിൽ ഈ ദുരന്തമുഖങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പുനർനിർമ്മാണം നമുക്ക് എത്ര കണ്ട് സാധ്യമാകും, അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. എന്തായാലും ഒരു ടൗൺഷിപ്പ് പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ടൗൺഷിപ്പ് എവിടെയായിരിക്കും, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും എന്നത് ഇപ്പോഴും ഒരു വ്യക്തതയില്ലാതെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. കാരണം ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളുമായി ചേർന്ന് പോകുന്നതാവാം സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. അതുകൊണ്ട് ആ തീരുമാനങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നത് ഇന്നത്തെ സന്ദർശനത്തിന് ശേഷമുള്ള ചില പ്രഖ്യാപനങ്ങളിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളോട് കേന്ദ്രം സ്വീകരിക്കുന്ന സമീപനം. അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഇന്ന് നമുക്കറിയാം. പ്രധാനമന്ത്രിയുടെ കടന്നുവരവ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതാ ദൃശ്യങ്ങളിൽ വലതുവശത്തെ സ്ക്രീനിൽ കാണുന്ന ആ ദൃശ്യങ്ങളിൽ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളുമാണ്. നിരവധി രക്ഷാപ്രവർത്തകരും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ കടന്നു വന്നിരുന്ന ഇടമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം അവിടെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ അവിടെ വന്നു പോകുമ്പോൾ സ്വാഭാവികമായും ഒരുക്കേണ്ട ചില ക്രമീകരണങ്ങൾ എന്ന തരത്തിലാണ് അത്തരം ക്രമീകരണങ്ങൾ ഒരുക്കി നിന്നത്. MG മിഥുൻ നമുക്കൊപ്പമുണ്ട്. ഹെലിപ്പാഡിൽ കൽപ്പറ്റയിലെ സ്കൂളിന്റെ ഹെലിപ്പാഡിന് സമീപമാണ് MG മിഥുൻ ഉള്ളത്. മിഥുൻ, അദ്ദേഹം പ്രധാനമന്ത്രി കണ്ണൂരിൽ നിന്നും യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു. ഇനി വയനാടിന്റെ ആകാശത്തേക്ക് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഉടൻ തന്നെ കടന്നു വന്നേക്കാം. എന്തൊക്കെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ, അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ യാത്രാ പരിപാടികൾ, അതെങ്ങനെയാണ് മിഥുൻ?
സജ്ജത്തെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇതിന്റെ ഏകദേശ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അതിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി SPG സംഘം എത്തിയിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും SPG വലയത്തിൽ തന്നെയാണ് ഈ ഗ്രൗണ്ടുള്ളത്. ഒപ്പം തന്നെ ഈ പ്രദേശമുള്ളത്. വലിയ പോലീസ് സന്നാഹമാണ് ഇവിടെയൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പാണ് പ്രധാനമന്ത്രിക്ക് പോകുന്നതിന് വേണ്ടിയുള്ള വാഹനവ്യൂഹം എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കാണുന്ന വാഹനങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി പോകുന്നതിന് പിന്നാലെ പോകേണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളാണ്. ഒപ്പം തന്നെ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് മന്ത്രിമാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് പുറകെ മന്ത്രിമാരുടെ സംഘം പുറകെ പോകും. മന്ത്രിമാരുടെ സംഘം എത്തും. മന്ത്രി കെ രാജൻ, ഒപ്പം തന്നെ PM മുഹമ്മദ് റിയാസ്, OR കേളു, AK ശശീന്ദ്രൻ അടക്കമുള്ളവരും ഒപ്പം തന്നെ MLA T സിദ്ദിഖ് അടക്കമുള്ള ജനപ്രതിനിധികളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണമായും ഒരു SPGയുടെയും ഒപ്പം തന്നെ പോലീസിന്റെയും വലയത്തിലാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് ഈ ഒരു യാത്ര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട്. ആദ്യം പ്രധാനമന്ത്രി പോകുന്ന പ്രദേശമായിട്ടുള്ള ബെയിലി പാലം, താൽക്കാലിക പാലമായി നിർമ്മിച്ച ബെയിലി പാലം സ്ഥിതി ചെയ്യുന്ന ചുരൽമലയിലേക്ക് കണക്ട് ചെയ്യുന്ന പാലത്തേക്ക് എത്തുന്നതിന് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടേക്കാണ് ആദ്യം പ്രധാനമന്ത്രി എത്തുക. അവിടെ ഈ ഉദ്യോഗസ്ഥരുമായും ഒക്കെ കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം ഇവിടുത്തെ ഒരു വ്യാപ്തി അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യും. ഈ ഒരു സംഘത്തോടൊപ്പം മുഖ്യമന്ത്രിയുണ്ട്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ട്, ഒപ്പം തന്നെ DGP ഉണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു പുറമെ മറ്റ് മന്ത്രിമാരുൾപ്പെടെ ഉള്ള സംഘവും പ്രധാനമന്ത്രിക്കൊപ്പം അവിടെ ഉണ്ടാകും. അതിനുശേഷമാണ് പിന്നീട് ആദ്യം നിശ്ചയിച്ച പോലെ തന്നെ നിംസ് ഹോസ്പിറ്റലിലേക്ക് പോവുക. അവിടെ 4ാം നിലയിലുള്ള വാർഡിലാണ് ആദ്യം അദ്ദേഹം സന്ദർശനം നടത്തുക. അവിടെ 25 രോഗികളാണുള്ളത്. ആ രോഗികളെ സന്ദർശിച്ചതിന് ശേഷം അതിൽ 7 പേരുമായി അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ മുറിയിൽ കൂടിക്കാഴ്ച നടത്തും. ഒപ്പം തന്നെ വിദഗ്ധ ഡോക്ടർ സംഘവുമായി അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. അവിടെ ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹം തിരികെ മടങ്ങുന്നത് മേപ്പാടിയിലുള്ള ക്യാമ്പിലേക്കാണ്. ആ ക്യാമ്പിലേക്ക് സെന്റ് ജോസഫ് എന്ന സ്കൂളിലുള്ള ആ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകും. അവിടെ എത്തി ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ അവർ നേരിട്ട് പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിയും ഒപ്പം തന്നെ DGPയും ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിനൊപ്പം ഉണ്ടാകും. പ്രധാനമന്ത്രിയെ നേരിട്ട് ഇക്കാര്യം വിശദീകരിച്ചതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും റോഡ് മാർഗം ഈ പറയുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന SKJM ഗ്രൗണ്ടിന് തൊട്ട് സമീപത്ത് തന്നെയാണ്. ഏകദേശം 200 മീറ്റർ അപ്പുറത്താണ് സിവിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്, കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് VV മീറ്റിംഗിനായി പ്രധാനമന്ത്രി എത്തും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മറ്റു മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, കളക്ടർ അടക്കമുള്ള എല്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മേധാവികൾ തുടങ്ങിയവരെല്ലാം തന്നെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇനി പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും അവിടെ പ്രധാനമായും നടക്കുക. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ 11 ദിവസമായി നടത്തുന്ന തെരച്ചിലും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സംഘം ഇവിടേക്ക് എത്തിയിരുന്നു. രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിരുന്നു. അവരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുകയും അവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് പരിശോധിച്ചതിന് ശേഷമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഒപ്പം തന്നെ ധനമന്ത്രാലയത്തിനും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. തുടർന്നാണ് T3 കാറ്റഗറിയിൽ അടക്കം പെടുത്തി നമുക്ക് എത്രത്തോളം രൂപ സഹായമായി ലഭിക്കും, എത്ര പദ്ധതി വിഹിതം നമുക്ക് ലഭിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുക. എന്തായാലും ഇന്ന് ഒരു ഉറപ്പ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഈ ഒരു റിവ്യൂ മീറ്റിംഗിന് ശേഷം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരളമുള്ളത്, ജനപ്രതിനിധികളുള്ളത്, ഒപ്പം തന്നെ വയനാടിന്റെ ജനതയുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഉച്ചയ്ക്ക് 2:15 ഇവിടെ നിന്ന് കളക്ടറേറ്റിലെ റിവ്യൂ മീറ്റിംഗിന് ശേഷം 2:15 അദ്ദേഹം ഇവിടെ നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങുകയും ചെയ്യും. നമുക്കറിയാം ഈ കാണുന്ന പ്രദേശത്തു കൂടിയാണ്, ഈ ഭാഗത്തോടു കൂടിയാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് കണ്ണൂരിൽ നിന്ന് അദ്ദേഹം വ്യോമസേനയുടെ M17 എന്ന പ്രത്യേക ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രിയുണ്ട്, ഗവർണറുണ്ട്, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഉണ്ട്, DGP ഉണ്ട്. ഈ 4 പേരടങ്ങിയ സംഘമാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത്. അവരുൾപ്പെടെ അല്പസമയത്തിനകം തന്നെ ഈ ആകാശമാർഗം ഈ ദുരന്ത ഭൂമിയിലേക്ക് പോകും. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിൽ ആകാശമാർഗം അദ്ദേഹം ഈ ഒരു ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കും. തിരിച്ച് അതിനുശേഷമാണ് അദ്ദേഹം തിരികെ ഇവിടെ വന്ന് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹെലിപ്പാഡിൽ വന്നിറങ്ങുക. ഇവിടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം 10 മണി മുതൽ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഒരു വാഹനങ്ങൾ പോലും, അതായത് ഒഫീഷ്യൽസിന്റെ വാഹനങ്ങൾ ഒഴികെ മറ്റൊരു വാഹനങ്ങൾ തന്നെ ഇവിടേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ കർശനമായ നിയന്ത്രണങ്ങളോട് കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോലീസ് വലയത്തിൽ തന്നെയാണ് ഈ ഒരു 30 കിലോമീറ്റർ ദൂരം എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വ്യോമ നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടി അല്പസമയത്തിനകം തന്നെ വയനാടിന്റെ മണ്ണിലേക്ക് പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള M17 വ്യോമസേനയുടെ ഹെലികോപ്റ്റർ കടന്നു വരും. സജിത്ത. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട, അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടികളിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്
അദ്ദേഹത്തിന്റെ ഈ ദുരന്ത മേഖലകളുടെ സന്ദർശന പരിപാടികൾ, ഒപ്പം തന്നെ സർക്കാരുമായി നടത്തുന്ന ആശയവിനിമയം, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മിഥുൻ, ഒരു കാര്യം, ഈ പ്രധാനമന്ത്രിയുടെ ഈ ദുരന്ത മേഖലകളിലെയും ഒപ്പം തന്നെ ദുരന്തം ബാധിച്ചവരുമായുള്ള സന്ദർശനത്തിന് ശേഷമല്ലേ സർക്കാർ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചകളും കൂടിയാലോചനകളും നടക്കുന്നത്? ഇന്നലെ കേന്ദ്ര സംഘത്തിന് മുമ്പിൽ നമ്മൾ കണക്കുകൾ അവതരിപ്പിച്ചതാണ്, നമ്മുടെ സഹായ അഭ്യർത്ഥനയും തുടർ പദ്ധതികളും പ്രഖ്യാപിച്ചതാണ്. ഇന്ന് പ്രധാനമന്ത്രി ഒരു വട്ടം കൂടി അതൊക്കെ നോക്കി കണ്ടേക്കാം, വിലയിരുത്തിയേക്കാം. അതിനുശേഷം അദ്ദേഹം മടങ്ങിയ ശേഷം ഒരു പ്രഖ്യാപനം, അങ്ങനെയായിരിക്കും കേരളം പ്രതീക്ഷിക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായും ഇതിനൊരു നടപടിക്രമങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഈ ഒരു സംഘം ഏതെങ്കിലും തരത്തിലൊരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ, പ്രകൃതി ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിൽ വിദഗ്ധ സംഘത്തെ കേന്ദ്രം അയക്കാറുള്ളതാണ്. ആ സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് പിന്നീട് അവർക്ക് ആ സംസ്ഥാനത്തിന് എത്രത്തോളം തുക അനുവദിക്കണം, ഏത് പദ്ധതിയാണ് അല്ലെങ്കിൽ ഏത് പാക്കേജാണ് പ്രഖ്യാപിക്കേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കുക. അതിന് തീരുമാനമെടുക്കുന്നത് ആഭ്യന്തര വകുപ്പും ഒപ്പം തന്നെ ധനകാര്യ മന്ത്രാലയവുമാണ്. ഈ രണ്ട് വകുപ്പുകൾക്കും കൃത്യമായി ഈ സംഘം, ഈ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ട് നൽകും. ഇതിനു മുമ്പ് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് പുറമെ ഇത്തരത്തിൽ ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റും ഒക്കെ തന്നെ കൃത്യമായി ഈ കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ആർക്കൊക്കെ ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം പ്രദേശങ്ങൾ ഇവിടെ നിന്ന് ഒഴുകിപ്പോയിട്ടുണ്ട്, 2 ചെറിയ ഗ്രാമങ്ങൾ ഒഴുകിപ്പോയിട്ടുള്ള ആ ഒരു സാഹചര്യമൊക്കെ വിലയിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം നാശനഷ്ടം ഉണ്ടാവുന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഈ കേന്ദ്ര സംഘത്തിന് നൽകിയിരിക്കുന്നത്. അവർ അത് ഇന്നലെ ഇവിടെ എത്തി മന്ത്രിമാരുമായും മന്ത്രിതല ഉപസമിതിയുമായും ഒപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരുമായും പിന്നീട് കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അതിനുശേഷം അവർ ഈ പറയുന്ന ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കുകയും ചെയ്തു. അവിടെ പോയി കൃത്യമായി അതിനൊരു വ്യാപ്തി, എത്രത്തോളം വലിയ ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്, വയനാട്ടിലെ ജനതയെ പിടിച്ചുവെക്കുന്ന തരത്തിലുള്ള വലിയ ദുരന്തമാണ് ഉണ്ടായതെന്ന് അവർക്ക് നേരിട്ട് മനസ്സിലാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊക്കെ കണ്ടതിനു ശേഷമാണ് തിരികെ ഈ സംഘം ഇവിടുന്ന് മടങ്ങുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി എത്തുമ്പോൾ, പ്രധാനമന്ത്രി കൂടി ഇത് നേരിട്ട് കാണുമ്പോൾ സ്വാഭാവികമായും ഇവിടെ നിന്ന് ഈ സന്ദർശനം പൂർത്തിയാക്കി ഈ ക്യാമ്പിലെയും ഒപ്പം തന്നെ ഹോസ്പിറ്റലിലെയും ജനങ്ങളെയൊക്കെ സന്ദർശിച്ച ശേഷം ആ ഒരു സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് റിവ്യൂ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി ഈ വിവരങ്ങൾ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, ഗവർണർ ആരിഫ് ഖാൻ ഉൾപ്പെടെയുള്ളവർ, മറ്റുദ്യോഗസ്ഥർ എല്ലാം തന്നെ കൃത്യമായി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏകദേശം 1 മണിക്കൂറാണ് ഈ ഒരു റിവ്യൂ മീറ്റിംഗിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി ഇവിടുന്ന് മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിന്റെ ഒരു വ്യാപ്തി അദ്ദേഹത്തിന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് സംസ്ഥാനമുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് ലഭിക്കേണ്ട പാക്കേജ് 2000 കോടിയുടെ ഒരു പാക്കേജാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതുവരെയും നമുക്ക് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി കണക്കാക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ റവന്യൂ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എത്രത്തോളം വീടുകൾ നഷ്ടമായിട്ടുണ്ട്, എത്രത്തോളം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം എത്ര വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്, സംസ്ഥാനത്തിന് എത്രത്തോളം നഷ്ടമുണ്ടായിട്ടുണ്ട്, ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഒക്കെ എത്രത്തോളം രൂപ ചെലവായിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ ഒരു നഷ്ടമായിരിക്കും കണക്കാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതടക്കം ഈ ഒരു കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വെക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഈ ആകാശമാർഗം ഇവിടേക്ക് പോകുമ്പോൾ മന്ത്രിമാർ ഓരോരുത്തരായി ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ വ്യോമ നിരീക്ഷണത്തിന് ശേഷം ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രി ഇറങ്ങുന്ന ഹെലിപ്പാഡിന് സമീപത്തേക്ക് അദ്ദേഹം കൂടി എത്തുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആണ് ഇവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് അദ്ദേഹത്തെ കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് ഔദ്യോഗികമായി സ്വീകരിച്ചിരുന്നു. തുടർന്ന് വ്യോമ നിരീക്ഷണത്തിനായി അദ്ദേഹം അല്പസമയത്തിന് മുമ്പാണ് പുറപ്പെട്ടത്. ഈ കാണുന്ന മേഖലയിൽ കൂടിയാണ് ഈ ഹെലികോപ്റ്റർ വ്യോമസേനയുടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള M-17 എന്ന ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വ്യൂഹം കടന്നുപോകുക. അതിനുശേഷം ആ ദുരന്ത മേഖലകൾ സന്ദർശിച്ചതിനു ശേഷമായിരിക്കും അദ്ദേഹം ഇവിടേക്ക് എത്തുക എന്നാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 11:55 പ്രധാനമന്ത്രി ഇവിടെ പറന്നിറങ്ങും. അതിനുശേഷം മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്.